പ്രഗ്നൻസി ആൻഡ് ഓറൽ ഹെൽത്ത് റിലേറ്റഡ് ആണോ? അതെ. പ്രഗ്നൻസി ടൈമിൽ നമ്മളുടെ ബോഡിയിൽ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മളുടെ മൗത്തിൽ ആദ്യമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സൈൻ എന്ന് പറയുന്നത് ഗം ഇൻഫ്ലമേഷനാണ്. അതായത് നമ്മളുടെ മോണയിൽ നിന്ന് ബ്ലഡ് വരിക, നമ്മൾ നോർമൽ ബ്രഷിങ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ബ്ലീഡിങ് ഉണ്ടാവുക. സോ ഇങ്ങനെയുള്ള കേസസ് മെയിൻലി ഉണ്ടാകുന്നത് നമ്മളുടെ ബോഡിയിലെ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടിട്ടാണ്. സോ പിന്നെയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മോർണിംഗ് സിക്നസ്. അതായത് എല്ലാവർക്കും ഒരു വോമിറ്റിംഗ് ടെൻഡൻസി, അങ്ങനെ അല്ലെങ്കിൽ വോമിറ്റിംഗ്, ചില പ്രഗ്നൻറ്റ് ലേഡീസിന് ഭയങ്കര വോമിറ്റിംഗ് ഒക്കെ ഉണ്ടാവാം. സോ എപ്പോഴും നമ്മുടെ മൗത്ത് അസിഡിക് ആയിരിക്കും. സോ ഈ ഒരു അസിഡിക് കണ്ടീഷനിൽ നമ്മളുടെ പല്ലുകളുടെ ആരോഗ്യം, അതായത് കുറച്ച് ഡീമിനറലൈസേഷൻ സംഭവിക്കാം. സോ ക്യാവിറ്റീസ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ ജിഞ്ചിവൈറ്റിസ്, അതായത് നമ്മളുടെ മോണരോഗം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ ചാൻസസ് വളരെ കൂടുതലാണ്. സോ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് മെയിൻലി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സോൾട്ട് വാട്ടർ ഗാർഗിൾ. നമ്മൾ 1 കപ്പ് വെള്ളം എടുക്കുക, വാം വാട്ടർ എടുക്കുക, അതിൽ 1 ടീസ്പൂൺ അല്ലെങ്കിൽ കുറച്ച് ഉപ്പിട്ടിട്ട് അത് നന്നായിട്ട് റിൻസ് ചെയ്താൽ കുറച്ചൊക്കെ നമ്മളുടെ ആ ഒരു മോണയിലുള്ള ആ ഒരു വീർത്തിരിക്കുന്നതും അതുപോലെ ബ്ലീഡിങ്ങും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞു കിട്ടും. അതുപോലെ നമ്മൾ കാൽഷ്യം റിച്ച് ഫുഡ് കഴിക്കുക. കാൽഷ്യം റിച്ച് ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള പാല്, ചീസ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കഴിക്കാം. അതുപോലെ കാൽഷ്യം റിച്ച് സപ്ലിമെൻറ്റ്സ്, അതായത് സപ്ലിമെൻറ്റ്സിൽ കൂടെ നമുക്ക് വൈറ്റമിൻ ഡി ആൻഡ് മഗ്നീഷ്യം ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണെങ്കിൽ കുറച്ചും കൂടി അബ്സോർപ്ഷന് നല്ലതായിരിക്കും.